ലഹരി പരിശോധനയ്ക്കിടെ ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങിയോടിയ നടൻ ഷൈൻ ടോം ചാക്കോയെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ഇപ്പോൾ അരമണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ആ ചോദ്യം ചെയ്യൽ. കൃത്യം 10 മണിക്കാണ് ഷൈൻ ടോം ചാക്കോ പിതാവിനും അഭിഭാഷകനുമൊപ്പം എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്. 3 ACPമാർ ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യുന്നു. ഈ പോലീസ് സംഘത്തിൽ മറ്റ് ഉദ്യോഗസ്ഥർ കൂടിയുണ്ട്. നർക്കോട്ടിക് ACP അബ്ദുൾ സലാം ഉൾപ്പെടെ ഉള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ. ലഹരിയുമായി ഇടപെട്ടുള്ള കാര്യങ്ങളിലാണ് ഇയാളിൽ നിന്ന് വിശദീകരണം തേടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നർക്കോട്ടിക്കിന്റെ സെല്ലിന്റെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥൻ തന്നെ അങ്ങോട്ടേക്ക് നേരിട്ട് ചോദ്യം ചെയ്യലിനായി എത്തിയിരിക്കുന്നത്. വിവരങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ അതിലെ പ്രതി നടത്തിയ വെളിപ്പെടുത്തൽ, ഏത് തരത്തിലേക്ക് ഇയാളുമായി ബന്ധമുണ്ട് എന്നതിൻ്റെയൊക്കെ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. ഇയാൾക്ക് ലഹരി വിതരണം ചെയ്യുന്നതിൽ ഒരു പേര് എന്ന തരത്തിലേക്ക് ഇയാളുടെ പേരൊക്കെ പുറത്തു വന്നതാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ മറ്റ് പോലീസ് തിരയുന്ന ലഹരി ഇടപാടുകാരുമായി ഷൈൻ ടോം ചാക്കോയ്ക്ക് ബന്ധമുണ്ടോ എന്നുള്ള നിർണായകമായ വിവരങ്ങൾ പോലീസ് ചോദിച്ചറിയും എന്നതാണ്. വിഷ്ണു സുരേഷും എസ് ശ്യാംകുമാറുമുണ്ട് വിശദാംശങ്ങളുമായി. വിഷ്ണു സുരേഷിലേക്ക് വീണ്ടും. വിഷ്ണു, അങ്ങനെ ഒരു കാര്യം ഈ ഇറങ്ങി ഓടി എന്നുള്ളത് ഇയാൾ തന്നെ പോലീസിന് മുന്നിലേക്ക് ഒരു കുരുക്കിട്ട് കൊടുത്തതുപോലെ ആയിപ്പോയി. ഇപ്പോൾ പോലീസിന് ഏതായാലും തേടിയ വള്ളി കാലിൽ ചുറ്റി എന്നത് പറയുന്നത് പോലെ ഇയാളെ കിട്ടിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നേരത്തെ തസ്ലീമ പറഞ്ഞ കാര്യങ്ങളിൽ, കൂടാതെ നടിയുടെ കാര്യത്തിൽ, ഇതിലെല്ലാമുള്ള പോലീസിന് തുടർ നടപടികളിലേക്ക് കടക്കാം. കൂടാതെ ലഹരി ഇടപാട് എങ്ങനെയാണ് ഇയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ആരൊക്കെയായി ബന്ധമുണ്ട് എന്നതൊക്കെ ചോദിച്ചറിയാം. അങ്ങനെ പോലീസിനെ സംബന്ധിച്ച് അത്തരത്തിലേക്ക് കാര്യങ്ങൾ കുറച്ച് എളുപ്പമായി. അനുജ, അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ എളുപ്പമാക്കുന്ന രീതിയിലായിരുന്നു ഷൈൻ്റെ ആ സാഹസികമായ ചാട്ടം കൊണ്ട് ചെന്ന് എത്തിച്ചതെന്ന് നിർവ്യാജം പറയാൻ സാധിക്കും. കാരണം പോലീസ് നോക്കിയിരിക്കുകയായിരുന്നു ഷൈനെ ഏതെങ്കിലും ഘട്ടത്തിൽ എവിടെയെങ്കിലും വെച്ച് ഒന്ന് കിട്ടണം എന്നുള്ളത്. അത് വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നതിന് വേണ്ടിയായിരുന്നു. ആ ഷൈനായി തന്നെ അതിനൊരു അവസരം ഒരുക്കി നൽകിയതുപോലെ ആയിപ്പോയി ആ ചാട്ടം എന്ന ഈ ഘട്ടത്തിൽ ഉറപ്പായും പറയാൻ സാധിക്കും. നിലവിൽ ഷൈൻ്റെ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ACPമാരുടെ നേതൃത്വത്തിലാണ് ഷൈനെ വിശദമായി ചോദ്യം ചെയ്യുന്നത്. അതിൽ പ്രധാനമായും ചോദിക്കുക അന്നത്തെ ആ സംഭവ വികാസങ്ങളാണ്. രാവിലെ 5:30 ഷൈൻ PGS വേദാന്തയിൽ മുറിയെടുക്കുന്നത്. വൈകിട്ട് 10:45 വരെ, അതായത് ഡാൻസ് ഓഫ് സംഘം എത്തുന്നത് വരെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ 5ഓളം വരുന്ന ആളുകൾ ഷൈനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. യുവതികളടക്കമുള്ള ആളുകൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു മദ്യക്കുപ്പി കണ്ടെത്തിയിരുന്നു. ഷൈനുമൊപ്പം ഉണ്ടായിരുന്ന ഒരു പാലക്കാട് സ്വദേശിയെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഈ പാലക്കാട് സ്വദേശിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചാടിപ്പോയത് ഷൈൻ തന്നെയെന്ന് ഡാൻസ് ഓഫ് ഉറപ്പിക്കുകയും ആ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തത്. ഈ ഡാൻസ് ഓഫ് റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതായത് ഞങ്ങൾ അവിടെ എത്തിയത് സജീർ എന്ന് പറയുന്ന എറണാകുളത്തെ ഒരു പ്രധാന ഡ്രഗ് ഡീലറെ തേടിയാണ്. അയാളുടെ ലൊക്കേഷൻ അവിടെ എത്തിയപ്പോൾ തീർന്നുപോയി. ആ ഘട്ടത്തിൽ അയാൾ ഈ ഹോട്ടലിൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾ കരുതി. അങ്ങനെയാണ് അവിടുത്തെ റിസപ്ഷൻ ബുക്ക് പരിശോധിക്കുന്നത്. പരിശോധിച്ച ഘട്ടത്തിൽ ഷൈൻ ടോം ചാക്കോ എന്ന പേര് കാണുന്നു. ആ ഷൈൻ ടോം ചാക്കോയുടെ മുറിയിൽ സജീർ ഉണ്ടാകുമെന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. പക്ഷേ ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്തി 2 തവണ ബെല്ലടിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഷൈൻ ടോം ചാക്കോ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. അതായത് പുറത്തു നിന്ന് ഒരാൾ ഷൈൻ ടോം ചാക്കോക്ക് ഇൻഫർമേഷൻ നൽകുന്നു. കുറച്ചു പേർ നിങ്ങളുടെ മുറിയുടെ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്, അത് പോലീസാണെന്ന് ഞാൻ സംശയിക്കുന്നു എന്ന തരത്തിലൊരു ഇൻഫർമേഷൻ ഷൈന് കിട്ടിയിട്ടുണ്ട്. അത് ഒരു പശ്ചാത്തലത്തിലാണ് അത്രയും റിസ്ക് എടുത്ത് 3ാമത്തെ നിലയിൽ നിന്ന് 2ാമത്തെ നിലയിലേക്ക് എത്തി അവിടെ നിന്ന് റിസപ്ഷൻ വഴി പുറത്തേക്ക് ഓടിപ്പോയത്. പക്ഷേ ആ ദൃശ്യങ്ങൾ പുറത്തു വന്ന പശ്ചാത്തലത്തിലാണ് ഈ സംഭവത്തിന്റെ ഒരു ഗുരുതര സ്വഭാവം മാറിയത്. അതായത് ഡാൻസ് ഓഫിന്റെ ലഹരി പരിശോധനയ്ക്കിടെ നടൻ ഓടി എന്ന തരത്തിലാണ് വാർത്തകൾ വന്നത്. അത് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ട് ഡാൻസ് ഓഫ് നൽകുകയും ചെയ്തു. വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് ഡാൻസ് ഓഫ് പോലീസ് ഇപ്പോൾ കടന്നിരിക്കുന്നു. ആദ്യം ഈ ഹോട്ടലുണ്ടായ സംഭവത്തെക്കുറിച്ച് ചോദിച്ചറിയും. അതിനുശേഷം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങളുണ്ട്. ഷൈനുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ലഹരി ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് അതിൽ ഏറ്റവും നിർണായകം. ഈ ചേർത്തലയിലെ കേസുണ്ട്. അതോടൊപ്പം തന്നെ നടി വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തലുണ്ട്. ഇയാൾ ഇത്തരത്തിൽ ഈ വസ്തുക്കൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് ചോദിക്കും. എറണാകുളത്തെ പ്രധാനപ്പെട്ട ഡ്രഗ് ഡീലേഴ്സുമായി എന്ത് ബന്ധമാണ് ഷൈൻ ടോം ചാക്കോക്കുള്ളത് എന്ന് പോലീസ് ചോദിച്ചറിയും. അങ്ങനെ 32ഓളം വരുന്ന ചോദ്യങ്ങളുണ്ട്. അതിന് പുറമെയുള്ള അനുബന്ധ ചോദ്യങ്ങളൊക്കെ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകും. ഇതെല്ലാം കൃത്യമായി വീഡിയോയിൽ റെക്കോർഡ് ചെയ്യും. കേസെടുക്കാനുള്ള സാധ്യത നിലവിൽ പോലീസിന് മുൻപിലില്ല. അപ്പോൾ പോലീസിന് മുൻപിൽ പറയാനാകുക ഏതെങ്കിലും തരത്തിൽ ഈ റെയ്ഡിനോട് സഹകരിച്ചില്ല, അങ്ങനെ പോയി എന്നാണ്. പക്ഷേ അതിന് ഷൈന് കൗണ്ടറായി പറയാനാകുന്ന മറുപടി ഉണ്ട്. ഇത് പോലീസാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നു, ആരോ തന്നെ ആക്രമിക്കാൻ വരുന്നു എന്ന തോന്നലിൽ താൻ ഓടി രക്ഷപ്പെട്ടതാണെന്നൊക്കെ കൗണ്ടർ തനിക്ക് ഷൈന് പറയാനാകും. പക്ഷേ പോലീസ് ഷൈനിൽ നിന്ന് സമാഹരിക്കുന്ന വിവരങ്ങൾ ഏറെ നിർണായകമാണ്. അത് മലയാള സിനിമയിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് പോലീസിന് അത് തടയുന്നതുമായി ബന്ധപ്പെട്ട് ഒക്കെ കൂടുതൽ പേരിലേക്ക് എത്താനൊക്കെ സഹായിക്കുമെന്ന
ഒരു വിലയിരുത്തലാണ് പോലീസിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഷൈനെ ചോദ്യം ചെയ്യാൻ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങൾ പരാതിയും കേസുമില്ലാത്ത സാഹചര്യത്തിൽ ഷൈനെ അല്ലെങ്കിൽ ഒരാളെ വിളിച്ചു വരുത്തി വളരെ കാഷ്വലായി ചോദ്യം ചെയ്ത് വിടുന്ന ഒരു രീതിയാണ് പോലീസ് സമീപിക്കാറുള്ളത്. പക്ഷേ ഇതിവിടെ അങ്ങനെയല്ല. വളരെ ശാസ്ത്രീയമായി ഷൈനെ ചോദ്യം ചെയ്ത് സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗവും അവിടുത്തെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഏതെങ്കിലും കരുത്തിൽ ഷൈനിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ അത് തുടർന്നുള്ള കേസുകളും തുടർന്നുള്ള നീക്കങ്ങൾക്കും പോലീസിന് ഏറെ സഹായകരമാകുന്ന ഒരു വിലയിരുത്തൽ പോലീസിനുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടുന്ന് ചോദ്യം ചെയ്ത് ഷൈൻ പുറത്തേക്ക് ഇറങ്ങിയാലും ഷൈൻ പോലീസ് റഡാറിൽ തന്നെയായിരിക്കും. പൂർണ്ണമായ നിരീക്ഷണം ഷൈനുമായി ബന്ധപ്പെട്ടുണ്ടാകും. ഇനി ഏതെങ്കിലും കേസിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണം ഉണ്ടെങ്കിൽ ഷൈന് അതിൽ നിന്ന് ഊരിപ്പോരാൻ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന പോലീസിനോട് സഹകരിക്കുന്ന ഒരു ഷൈൻ ടോം ചാക്കോയാണ്. നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ഷൈൻ ടോം ചാക്കോയെ അല്ല കാണാറ്. മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളെല്ലാം വിചിത്രമാണ്, പല ഘട്ടങ്ങളിലും ധാർഷ്ട്യം നിറഞ്ഞതാണ്. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. സഹകരിച്ചുകൊണ്ട് ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായി മറുപടി നൽകുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുമോ എന്നറിയില്ല. പക്ഷെ എന്നാൽ പോലും അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അദ്ദേഹം പോലീസിന് പൂർണ്ണമായും സഹകരിച്ചുകൊണ്ട് ഉത്തരങ്ങൾ നൽകുന്നു എന്നാണ്. അനുജ, ഷൈനെ സംബന്ധിച്ചിടത്തോളം ഷൈൻ വളരെ സേഫ് സോണിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അതായത് ഷൈനെതിരെ കേസില്ല, പരാതിയില്ല, ഷൈന്റെ റൂമിൽ നിന്ന് ലഹരി വസ്തുക്കൾ പിടിച്ചിട്ടില്ല, ഷൈന്റെ സുഹൃത്തുക്കളാരും ഈ ലഹരി ഉപയോഗിച്ചതായുള്ള മൊഴിയും നൽകിയിട്ടില്ല. അങ്ങനെ ഷൈൻ വളരെ സേഫ് സോണിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുക എന്നുള്ളത് മാത്രമാണ് ഷൈന് മുൻപിലുള്ള വഴി. ഏതെങ്കിലും തരത്തിൽ നിസ്സഹകരണം അല്ലെങ്കിൽ നിസ്സഹകരണ സ്വഭാവം ഷൈൻ പുറത്തെടുത്താൽ ഒരുപക്ഷെ കൂടുതൽ നടപടിയിലേക്ക് പോലീസ് പോകും. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഷൈനെ പൂട്ടണമെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും മറ്റ് വിവരങ്ങളൊക്കെ തേടി അവർ കൂട്ടും. പക്ഷേ നിലവിൽ അവർക്ക് പക്കൽ അത്തരത്തിലൊരു തെളിവുകൾ ലഭിക്കാത്തൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ചോദ്യം ചെയ്യൽ. ഷൈൻ പൂർണ്ണമായും ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നുണ്ട്. ഷൈനെ 2 ACPമാരുടെ നേതൃത്വത്തിൽ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യുന്നത്. നിയമോപദേശം, അതായത് ഷൈന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശവും അങ്ങനെ തന്നെയാണ്. അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുക, അവർ ചോദിക്കുന്ന ചോദ്യങ്ങളിലൊക്കെ കൃത്യമായ മറുപടി നൽകുക, കൃത്യമായ വ്യക്തതയുള്ള മറുപടി നൽകുക, നിങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നും നിലവിലില്ല എന്നൊരു മറുപടിയാണ് നിയമോപദേശമായി ഷൈൻ ലഭിച്ചിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഷൈൻ വളരെ കൃത്യമായി പോലീസിനോട് സഹകരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ ചോദ്യം ചെയ്യലിന് പൂർത്തിയായ ശേഷം ഷൈൻ പുറത്തേക്കെത്തി മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ എന്നുള്ള കാര്യത്തിലാണ് ഒരു അവ്യക്തത നിലനിൽക്കുന്നത്. നേരത്തെ അകത്തേക്ക് കയറുന്ന ഘട്ടത്തിൽ ഷൈൻ വളരെ കൂളായി കയറിപ്പോവുകയാണ്. നമ്മൾ നിരന്തരം ചോദിച്ചിരുന്നു എന്തിനാണ് ഓടിപ്പോയത്, ഏത് പശ്ചാത്തലത്തിലാണ് ഓടിപ്പോയത്, ലഹരി ഉപയോഗിച്ചിരുന്നു തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ സാധാരണഗതിയിലുള്ള ഷൈൻ എല്ലാ ചോദ്യങ്ങളെയും അഭിമുഖീകരിച്ച് മറുപടി പറഞ്ഞ് മാധ്യമങ്ങളോടടക്കം തർക്കിച്ച് പോകുന്ന ഒരാളാണ്. പക്ഷേ ഇന്ന് അത്തരത്തിലൊരു ഷൈനെയല്ല നമ്മൾ കണ്ടത്. വളരെ തലകുനിച്ച് ഈ സ്റ്റേഷനിലകത്തേക്ക് കയറിപ്പോകുന്ന ഒരു ഷൈനെയാണ് നമ്മൾ കണ്ടത്. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഷൈൻ അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 2 ദിവസം മുൻപ് പോലും പോലീസിനെതിരെയും മാധ്യമങ്ങൾക്കെതിരെയും ഒക്കെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളിലൂടെ പരിഹസിക്കുന്ന ഒരു നിലപാട് ഷൈൻ സ്വീകരിച്ചിരുന്നു. പക്ഷേ ഇന്നലെയോടുകൂടി ഷൈന് ഇതിന്റെ ഒരു സ്വഭാവത്തിന്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലായി കാണും. ആ ഒരു പശ്ചാത്തലത്തിലായിരിക്കും ഇത്തരത്തിലൊരു നിലപാടിലേക്കുള്ള ഷൈന്റെ മാറ്റം. ഇനി ഷൈനിൽ നിന്ന് ചോദിച്ച് ലഭിക്കുന്ന വിവരങ്ങളാണ് ഈ തുടർ നടപടി, അതായത് സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ വിവരങ്ങളായി മാറാൻ പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ തുടർ പരിശോധനകൾ ഇന്നലെ മന്ത്രി MP രാജേഷ് വ്യക്തമാക്കിയത് സിനിമാ സെറ്റുകൾ പവിത്രമല്ലാത്തൊരു സ്ഥലമാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതായത് സിനിമാ സെറ്റുകളിൽ ചില പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട്, ലഹരി ഉപയോഗവും ബന്ധപ്പെട്ട വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവിടുത്തെ സിനിമ നടിമാർ തന്നെ, അതല്ലെങ്കിൽ ടെക്നീഷ്യൻസ് തന്നെ, അവിടുത്തെ സംവിധായകർ തന്നെ ആ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി പുറത്തു പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷേ അപ്പോഴും ആരിലേക്കും എത്താനായിട്ട് അല്ലെങ്കിൽ ഒരു അന്വേഷണത്തിലേക്ക് എത്താൻ, ഒരു അറസ്റ്റിലേക്കൊന്നും എത്താൻ പോലീസിന് സാധിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ നേരത്തെ ഷൈൻ ടോം ചാക്കോയുടെ ലഹരി ഉപയോഗം, ലഹരി ഇടപാടുകൾ, അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള നിർണായക ചോദ്യങ്ങൾ പോലീസ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷൈൻ ടോം ചാക്കോയിൽ നിന്ന് ഉത്തരം തേടുകയാണ്. ലഹരി പരിശോധനയ്ക്കിടെ ഹോട്ടൽ മുറിയിൽ നിന്ന് എന്തിനാണ് ഇറങ്ങി ഓടിയത്, അവിടെ ഒരു പ്രധാനപ്പെട്ട ഇടപാടുകാരനുണ്ടായിരുന്നു, അയാളെ തേടിയെത്തി ഡാൻസ് ഓഫ് സംഘം, പിന്നീട് ഷൈൻ ടോം ചാക്കോ അവിടെ ഉണ്ട് എന്നറിയുമ്പോൾ എന്തിന് പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഓടി, എന്തിടപാടാണ് ഇവർ തമ്മിൽ നടക്കുന്നത്, മറ്റ് ഇത്തരത്തിലുള്ള ആളുകളുമായുള്ള ഷൈൻ ടോം ചാക്കോയുടെ ഇടപാടുകൾ എങ്ങനെയാണ്, ഇതിന്മേലൊക്കെയുള്ള അന്വേഷണം, കൂടാതെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഇതെല്ലാം പോലീസ് ചോദിച്ചറിയുകയാണ്. നടൻ ഷൈൻ ടോം ചാക്കോയുടെ ചോദ്യം ചെയ്യൽ അത് തുടങ്ങിയിട്ട് ഏതാണ്ട് 50 മിനിറ്റോളം ആവുകയാണ്. ഇപ്പോൾ നമ്മൾ ഇതിന്റെ വിശദാംശങ്ങളിലേക്കും മറ്റു വാർത്തകളിലേക്കും ഒക്കെ തിരികെ എത്തും ഇടവേള എടുത്തതിന് ശേഷം.